ആവേശം സിനിമ മോഡലിൽ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി വാഹനമോടിച്ച യൂട്യൂബർ സഞ്ജു ടെക്കിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ കേസെടുത്ത മോട്ടോർ വാഹന വകുപ്പ്. വാഹനം കസ്റ്റഡിയിലെടുത്ത എൻഫോഴ്സ്മെന്റ് RTO വാഹനത്തിന്റെ രജിസ്ട്രേഷനും വാഹനമോടിച്ചയാളുടെ ലൈസൻസും 1 വർഷത്തേക്ക് റദ്ദ് ചെയ്തു. കൂടാതെ വാഹനത്തിലുണ്ടായിരുന്നവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം ചെയ്യുകയും വേണം. കാർ ഒരു സ്വിമ്മിംഗ് പൂൾ ആക്കി മാറ്റിയിരിക്കുകയാണ്. റോഡൊക്കെ ഓടിച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ നേരെ യൂട്യൂബിൽ പോവുക. 2 ആഴ്ച മുമ്പാണ് യൂട്യൂബിൽ 2 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സഞ്ജു ടെക്കി സ്വന്തം വാഹനമായ ടാറ്റ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത്. കാറിനുള്ളിലെ 2 സീറ്റുകൾ മാറ്റി പകരം പ്ലാസ്റ്റിക് ടാർപോളിൻ കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി. തുടർന്ന് 3 സുഹൃത്തുക്കൾക്കൊപ്പം അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ പങ്കുവെക്കുകയും ചെയ്തു. അപ്പൊ ഗൈസ്, നമ്മുടെ കാർ ഒരു സ്വിമ്മിംഗ് പൂൾ ആക്കി മാറ്റിയിരിക്കുകയാണ്. റോഡൊക്കെ ഓടിച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ നേരെ യൂട്യൂബിൽ പോവുക. ഇതിനിടെ ടാർപോളിൻ ലീക്കുണ്ടായി കാറിനുള്ളിൽ വെള്ളം വ്യാപിച്ചു. എഞ്ചിനുള്ളിലും വെള്ളം കയറി. സൈഡ് സീറ്റിലെ എയർ ബാഗ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇതോടെ വെള്ളം മുഴുവൻ ഇവർ റോഡിലേക്ക് ഒഴുക്കിവിട്ടു. യൂട്യൂബിലെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം കാർ കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിന് രൂപമാറ്റം വരുത്തിയതിന് വാഹനത്തിന്റെ രജിസ്ട്രേഷനും ഡ്രൈവറുടെ ലൈസൻസും 1 വർഷത്തേക്ക് റദ്ദാക്കിയതായി എൻഫോഴ്സ്മെന്റ് RTO R രമണൻ പറഞ്ഞു. ഈ മോട്ടോർ വാഹനം ഇതിനുപയോഗിച്ച സഫാരി മോട്ടോർ വാഹനം ഞങ്ങൾ പരിശോധനയ്ക്കും മറ്റ് നടപടികൾക്കും വേണ്ടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ വാഹനം എൻഫോഴ്സ്മെന്റ് RTO ഓഫീസ് ആലപ്പുഴയുടെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത സുരക്ഷാ പ്രശ്നങ്ങൾ ഉളവാക്കുന്ന രൂപത്തിൽ ഈ വാഹനം ഉപയോഗിച്ചു. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു. മാതൃകാ ശിക്ഷാ നടപടിയുടെ ഭാഗമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം ചെയ്യാനും RTO നിർദ്ദേശിച്ചിട്ടുണ്ട്. സഞ്ജു ടെക്കിയെയും സുഹൃത്തുക്കളെയും RTO ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. ജനം, ആലപ്പുഴ.